ഇന്ത്യൻ നദികൾ. ഇന്ത്യൻ നദികളെ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു: ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും. ഇന്ത്യൻ നദികളെ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു: ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും. ഹിമാലയൻ നദികൾ. ഉത്തരപർവ്വത മേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. ഉത്തരപർവ്വത മേഖലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമുള്ളതുകൊണ്ടും മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നും ജലം ലഭിക്കുന്നതിനാലും വർഷം മുഴുവൻ ജലലഭ്യതയുള്ള നദികളാണ് ഹിമാലയൻ നദികൾ. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമുള്ളതുകൊണ്ടും മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നും ജലം ലഭിക്കുന്നതിനാലും വർഷം മുഴുവൻ ജലലഭ്യതയുള്ള നദികളാണ് ഹിമാലയൻ നദികൾ. ചരിവ് കൂടിയ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നതുകൊണ്ടും ഹിമാലയത്തിന്റെ മിക്ക ഭാഗവും അവസാദശിലകൾ ആയതിനാലും ഈ നദികളെല്ലാം പർവ്വത മേഖലകളിൽ ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കുന്നു. ചരിവ് കൂടിയ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നതുകൊണ്ടും ഹിമാലയത്തിന്റെ മിക്ക ഭാഗവും അവസാദശിലകൾ ആയതിനാലും ഈ നദികളെല്ലാം പർവ്വത മേഖലകളിൽ ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കുന്നു. ഹിമാലയത്തിന് മുകളിലായി ട്രാൻസ് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ അറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയൻ നദികൾ എന്നാണ്. ഹിമാലയത്തിന് മുകളിലായി ട്രാൻസ് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ അറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയൻ നദികൾ എന്നാണ്. പ്രധാന ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. പ്രധാന ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഗംഗാ നദിയുടെ നീളം 2525 കിലോമീറ്റർ ആണ്. 25 എന്ന് ഓർത്താൽ മതി. ഇന്ത്യയുടെ ദേശീയ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഗംഗാ നദിയുടെ നീളം 2525 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദിയാണ് ഗംഗ. ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദിയാണ് ഗംഗ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷമാണ് 2008 നവംബർ 4. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷമാണ് 2008 നവംബർ 4. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനി ഉത്തരാഖണ്ഡിൽ വെച്ചാണ്. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ്. ഉത്ഭവസ്ഥാനത്ത് ഗംഗാനദി അറിയപ്പെടുന്നത് ഭഗീരഥി എന്നാണ്. ഉത്ഭവസ്ഥാനത്ത് ഗംഗാനദി അറിയപ്പെടുന്നത് ഭഗീരഥി എന്നാണ്. അളകനന്ദ നദി ഉത്ഭവിക്കുന്നത് അളകാപുരിയിൽ നിന്നാണ്. അളകനന്ദ നദി ഉത്ഭവിക്കുന്നത് അളകാപുരിയിൽ നിന്നാണ്. ഗംഗയുടെ ഒരു പോഷക നദിയാണ് കോസി. ഗംഗയുടെ ഒരു പോഷക നദിയാണ് കോസി. ഭഗീരഥി അളകനന്ദയുമായി ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ഭഗീരഥി അളകനന്ദയുമായി ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ഭഗീരഥി അളകനന്ദ നദികൾ ദേവപ്രയാഗിൽ വെച്ച് ഒരുമിച്ച് ചേർന്ന് തുടർന്ന് ഗംഗ എന്ന പേരിൽ ഒഴുകുന്നു. ഭഗീരഥി, അളകനന്ദ എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് ഒരുമിച്ച് ചേർന്ന് തുടർന്ന് ഗംഗ എന്ന പേരിൽ ഒഴുകുന്നു. ഗംഗാ നദി ഒഴുകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നിവ. ഗംഗാ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നിവ. ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 1450 കിലോമീറ്റർ ഉത്തർപ്രദേശിലൂടെയാണ് ഒഴുകുന്നത്. ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് യമുന, കോസി, ദാമോദർ, സോൺ, ഗാഗ്ര, ഗോമതി, ഗണ്ഡക്. യമുന, കോസി, ദാമോദർ, സോൺ, ഗാഗ്ര, ഗോമതി, ഗണ്ഡക് എന്നിവ ഗംഗയുടെ പ്രധാന പോഷക നദികളാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലമാണ് അലഹബാദ്, ഉത്തർപ്രദേശിലെ. ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലമാണ് അലഹബാദ്, ഉത്തർപ്രദേശ്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനം അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം എന്നാണ്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനം അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം എന്നാണ്. ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് അലഹബാദ്, ഉത്തർപ്രദേശിലാണ്. ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദിലാണ്. കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പ്രധാന പോഷക നദിയാണ് രാംഗംഗ. കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് രാംഗംഗ. ഗംഗാ നദി ഉത്തരമഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് ഹരിദ്വാർ. ഗംഗാ നദി ഉത്തരമഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് ഹരിദ്വാർ. ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലാതിർത്തി സ്ഥിതി ചെയ്യുന്നത് അംബാലയാണ്. ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലാതിർത്തി സ്ഥിതി ചെയ്യുന്നത് അംബാല.
ക്ലീൻ ഗംഗ മിഷന് 120 മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ച രാജ്യമാണ് ജർമ്മനി. ക്ലീൻ ഗംഗ മിഷന് 120 മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ച രാജ്യമാണ് ജർമ്മനി. ആര്യന്മാരുടെ വിശുദ്ധ ദേശമായിരുന്ന ആര്യാവർത്തം ഗംഗയുടെ തീരത്തായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ആര്യന്മാരുടെ വിശുദ്ധ ദേശമായിരുന്ന ആര്യാവർത്തം ഗംഗയുടെ തീരത്തായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ഫറാക്ക ബാരേജ്. ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ഫറാക്ക ബാരേജ്. ഗംഗ ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത്? ഫറാക്ക. ഗംഗ ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത്? ഫറാക്ക. ബംഗ്ലാദേശിലുള്ള ഏതു പ്രദേശത്തു വെച്ചാണ് ഗംഗ ബ്രഹ്മപുത്ര നദിയുമായി ഒത്തുചേരുന്നത്? ചാന്ദ്പൂർ. ബംഗ്ലാദേശിലുള്ള ഏതു പ്രദേശത്തു വെച്ചാണ് ഗംഗ ബ്രഹ്മപുത്രയുമായി ഒത്തുചേരുന്നത്? ചാന്ദ്പൂർ. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നാണ്. ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്നാണ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയും ഗംഗയും ഒത്തുചേർന്ന് ഒഴുകുമ്പോൾ നദി അറിയപ്പെടുന്നത് മേഘ്ന എന്നാണ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയെ ജമുന എന്നും ഗംഗയെ പത്മ എന്നുമാണ് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയും ഗംഗയും കൂടി ഒത്തുചേർന്ന് ഒഴുകുമ്പോൾ നദി അറിയപ്പെടുന്നത് മേഘ്ന എന്നാണ്. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പത്മ. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷമാണ് 1986 ജനുവരി 14. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷമാണ് 1986 ജനുവരി 14. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ. 2014 ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ. 2014 നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. NW1 ദേശീയ ജലപാത കടന്നുപോകുന്ന നദിയാണ് ഗംഗ. നാഷണൽ വാട്ടർവേ 1 ദേശീയ ജലപാത കടന്നുപോകുന്ന നദിയാണ് ഗംഗ. NW1 ദേശീയ ജലപാത കടന്നുപോകുന്ന നദിയാണ് ഗംഗ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ ഡെൽറ്റ. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയായ സുന്ദർബൻ ഡെൽറ്റ. സിന്ധുവിന്റെ ചില പോഷക നദികളാണ് ജലം, ചിനാബ്, സത്ലജ് എന്നിവ. സിന്ധുവിന്റെ ചില പോഷക നദികളാണ് ജലം, ചിനാബ്, സത്ലജ് എന്നിവ. ഗോമതി എന്നത് ഗംഗയുടെ പോഷക നദിയാണ്. ഗോമതി എന്നത് ഗംഗയുടെ പോഷക നദിയാണ്. ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ടിരിക്കുന്ന ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ടിരിക്കുന്ന ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. ചതുപ്പ് നിലങ്ങളിൽ തഴച്ചു വളരുന്ന സുന്ദരി മരത്തിൽ നിന്നാണ് സുന്ദർബൻസിന് ആ പേരു ലഭിച്ചത്. ചതുപ്പ് നിലങ്ങളിൽ തഴച്ചു വളരുന്ന സുന്ദരി മരത്തിൽ നിന്നാണ് സുന്ദർബൻസിന് ആ പേരു ലഭിച്ചത്. ഇവിടെ സംരക്ഷിക്കുന്നത് റോയൽ ബംഗാൾ കടുവകളെയാണ്. സുന്ദർബൻസിൽ ഇവിടെ സംരക്ഷിക്കുന്നത് റോയൽ ബംഗാൾ കടുവകളെയാണ്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത ഗംഗയുടെ പോഷക നദികളാണ് ചമ്പൽ, സോൺ, കെൻ, ബത്വ എന്നിവ. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത ഗംഗയുടെ പോഷക നദികളാണ് ചമ്പൽ, സോൺ, കെൻ, ബത്വ എന്നിവ. ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്കുഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് സോൺ. ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്കുഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് സോൺ. ഗംഗയുടെ പ്രധാന കൈവഴിയാണ് ഹുഗ്ലി. ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരമാണ് കൊൽക്കത്ത. ഹുഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന ദാമോദർ. ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ബംഗ്ലാദേശും. ഗംഗാ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. തെലുങ്കു ഗംഗ കൃഷ്ണയും പാതാളഗംഗ കൃഷ്ണയും അർദ്ധഗംഗ കൃഷ്ണയുമാണ്. ദക്ഷിണ ഗംഗ കാവേരി, മാൾവ ഗംഗ ബത്വ. വൃദ്ധഗംഗ ഗോദാവരി,
തെലുങ്ക് ഗംഗ, പാതാളഗംഗ, അർദ്ധഗംഗ എന്നിവ കൃഷ്ണയാണ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. മാൾവ ഗംഗ എന്നറിയപ്പെടുന്നത് ബത്വ നദിയാണ്. കുംഭമേള 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. അർദ്ധ കുംഭമേള നടക്കുന്നത് 6 വർഷത്തിലൊരിക്കലാണ്. അർദ്ധ കുംഭമേള നടക്കുന്നത് 6 വർഷത്തിലൊരിക്കലാണ്. അർദ്ധ കുംഭമേള നടക്കുന്ന പ്രദേശങ്ങളാണ് ഹരിദ്വാർ, അലഹബാദ് എന്നിവ. അർദ്ധ കുംഭമേള നടക്കുന്ന പ്രദേശങ്ങളാണ് ഹരിദ്വാർ, അലഹബാദ് എന്നിവ. മഹാകുംഭമേള നടക്കുന്നത് 144 വർഷത്തിലൊരിക്കലാണ്. മഹാകുംഭമേള നടക്കുന്നത് 144 വർഷത്തിലൊരിക്കലാണ്. മഹാകുംഭമേള നടക്കുന്ന പ്രദേശമാണ് അലഹാബാദ്. മഹാകുംഭമേള നടക്കുന്ന പ്രദേശമാണ് അലഹാബാദ്. മഹാകുംഭമേള അവസാനമായി നടന്നത് 2013-ലാണ്. മഹാകുംഭമേള അവസാനമായി നടന്നത് 2013-ലാണ്. കുംഭമേള അരങ്ങേറുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളും നദീതീരവും നോക്കാം. അലഹാബാദും ഹരിദ്വാറും ഗംഗാ നദീതീരത്താണ്. കുംഭമേള അരങ്ങേറുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് അലഹാബാദ്, ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക് എന്നിവ. അതിൽ അലഹാബാദും ഹരിദ്വാറും ഗംഗാ നദീതീരത്താണ്. ഉജ്ജയിനി ക്ഷിപ്ര നദീതീരത്താണ്. നാസിക് ഗോദാവരി നദീതീരത്താണ്. ഇതിൽ ഉജ്ജയിനി ക്ഷിപ്ര നദീതീരത്തും നാസിക് ഗോദാവരി നദീതീരത്തുമാണ്. ഗംഗാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ ഒന്ന് നോക്കാം. ഹരിദ്വാർ, കാൺപൂർ എന്നിവ ഉത്തരാഖണ്ഡിലാണ്. ഹരിദ്വാർ ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാൺപൂർ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഹരിദ്വാർ ഉത്തരാഖണ്ഡിലും കാൺപൂർ ഉത്തർപ്രദേശിലുമാണ്. പാട്ന ബീഹാറിലാണ്. വാരാണസി, അലഹബാദ് എന്നിവ ഉത്തർപ്രദേശിലാണ്. ഋഷികേശ് ഉത്തരാഖണ്ഡിലാണ്. ഫറൂഖാബാദ് ഉത്തർപ്രദേശിലാണ്. കനൌജ് ഉത്തർപ്രദേശിലാണ്. ഹാജിപൂർ ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹരിദ്വാർ, ഋഷികേശ് എന്നിവ ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാൺപൂർ, വാരാണസി, അലഹബാദ്, ഫറൂഖാബാദ്, കനൌജ് എന്നിവ ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാട്ന, ഹാജിപൂർ എന്നിവ ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിന്ധ്യ സാത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. വിന്ധ്യ സാത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. യമുന ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. പുരാതന കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് യമുന. കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദിയാണ് യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി, പുരാതന കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി, കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദി യമുനയാണ്. ഇതെല്ലാം യമുന നദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ്. യമുന നദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ്. യമുന നദിയുടെ നീളം 1376 കിലോമീറ്റർ ആണ്. യമുന നദിയുടെ നീളം 1376 കിലോമീറ്റർ ആണ്. യമുന നദീതീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് ആഗ്ര, ഡൽഹി, മധുര, ഇട്ടാവ എന്നിവ. യമുന നദീതീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ആഗ്ര, ഡൽഹി, മധുര, ഇട്ടാവ എന്നിവ. യമുന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്മാരകമാണ് താജ്മഹൽ. യമുന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്മാരകമാണ് താജ്മഹൽ. ഹിന്ദു പുരാണത്തിൽ യമുന സൂര്യഭഗവാന്റെ പുത്രിയായും യമദേവന്റെ സഹോദരിയായും പറയപ്പെടുന്നു. ഹിന്ദു പുരാണത്തിൽ യമുന സൂര്യഭഗവാന്റെ പുത്രിയായും യമദേവന്റെ സഹോദരിയായും പറയപ്പെടുന്നു. സരസ്വതി മുൻപ് ഉണ്ടായിരുന്നതും ഇപ്പോൾ അപ്രത്യക്ഷമായി എന്ന് കരുതുന്നതുമായ നദിയാണ് സരസ്വതി. മുൻപ് ഉണ്ടായിരുന്നതും ഇപ്പോൾ അപ്രത്യക്ഷമായി എന്ന് കരുതുന്നതുമായ നദിയാണ് സരസ്വതി. വേദകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയായിരുന്നു സരസ്വതി. വേദകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയായിരുന്നു സരസ്വതി. കിഴക്ക് യമുന നദിക്കും പടിഞ്ഞാറ് സത്ലജിനും ഇടയിലാണ് സരസ്വതിയുടെ സ്ഥാനമെന്ന് ഋഗ്വേദത്തിലെ നദീസ്തുതിയിൽ പറയപ്പെടുന്നു. കിഴക്ക് യമുന നദിക്കും പടിഞ്ഞാറ് സത്ലജിനും ഇടയിലാണ് സരസ്വതിയുടെ സ്ഥാനമെന്ന് ഋഗ്വേദത്തിലെ നദീസ്തുതിയിൽ പറയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധുവാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. സോൺ നദി ഉത്ഭവിക്കുന്നത് അമർഗണ്ഡക് മധ്യപ്രദേശിൽ നിന്നാണ്. സോൺ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അമർഗണ്ഡക്കിൽ നിന്നാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് സോൺ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് സോൺ. നദീ തീരത്ത് സ്ഥിതി ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന പട്ടണമാണ് പാടലീപുത്രം.
ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് സോൺ. ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് സോൺ. സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാന്ത്. സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാന്ത്. റിഹാന്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം. റിഹാന്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രധാനപ്പെട്ട ഗഗ്ഗർ ഹാക്ര നദീവ്യവസ്ഥ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സരസ്വതി നദിയുമായി. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രധാനപ്പെട്ട ഗഗ്ഗർ ഹാക്ര നദീവ്യവസ്ഥ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സരസ്വതി നദിയുമായി. ലൂണി നദിയുടെയും സരസ്വതി നദിയുടെയും നിക്ഷേപണ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സമതല പ്രദേശമാണ് മരുസ്ഥലി ബാഗർ. രാജസ്ഥാനിലാണ്. ലൂണി നദിയുടെയും സരസ്വതി നദിയുടെയും നിക്ഷേപണ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സമതല പ്രദേശമാണ് മരുസ്ഥലി ബാഗർ. രാജസ്ഥാനിൽ. കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം മഹാബലേശ്വർ കുന്നുകളാണ്. കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം മഹാബലേശ്വർ കുന്നുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. സോൺ നദിയുടെ ഉത്ഭവസ്ഥാനം അമർഗണ്ഡക്. സോൺ നദിയുടെ ഉത്ഭവസ്ഥാനം അമർഗണ്ഡക്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് സോൺ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് സോൺ. സോൺ നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന പട്ടണമാണ് പാടലിപുത്രം. സോൺ നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന പട്ടണമാണ് പാടലിപുത്രം. ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് സോൺ. ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് സോൺ. സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാന്ത്. സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാന്ത്. മഹാകാളി നദീജല സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും നേപ്പാളും. മഹാകാളി നദീജല സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും നേപ്പാളും. കോസി റിവർ ബാരേജ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും നേപ്പാളും. കോസി റിവർ ബാരേജ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും നേപ്പാളും. ഇന്ത്യയിലൂടെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. ഇന്ത്യയിലൂടെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് മഹാകാളി നദി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് മഹാകാളി നദി. ഋഗ്വേദത്തിൽ കൗശിക എന്നറിയപ്പെട്ടിരുന്ന ഗംഗയുടെ പോഷക നദിയാണ് കോസി. ഋഗ്വേദത്തിൽ കൗശിക എന്നറിയപ്പെട്ടിരുന്ന ഗംഗയുടെ പോഷക നദിയാണ് കോസി. വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര സിംഗ്. വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര സിംഗ്. നോബൽ പ്രൈസ് ഫോർ വാട്ടർ എന്നറിയപ്പെടുന്ന അവാർഡ് സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ആണ്. നോബൽ പ്രൈസ് ഫോർ വാട്ടർ എന്നറിയപ്പെടുന്ന അവാർഡ് സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ആണ്. 2015 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരനാണ് രാജേന്ദ്ര സിംഗ്. 2015 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരനാണ് രാജേന്ദ്ര സിംഗ്. ഹിമാലയത്തിന് മുകളിലായി ട്രാൻസ് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ട്രാൻസ് ഹിമാലയൻ നദികൾ. ഹിമാലയത്തിന് മുകളിലായി ട്രാൻസ് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ട്രാൻസ് ഹിമാലയൻ നദികൾ. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഗംഗാ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ഗംഗാ നദിയുടെ നീളം 2525 കിലോമീറ്റർ. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ 4. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഹിമാനി. ഉത്ഭവസ്ഥാനത്ത് ഗംഗാനദി അറിയപ്പെടുന്ന പേര് ഭഗീരഥി. ഉത്ഭവസ്ഥാനത്ത് ഗംഗാനദി അറിയപ്പെടുന്ന പേര് ഭഗീരഥി. അളകനന്ദ നദിയുടെ ഉത്ഭവസ്ഥാനം അളകാപുരി. അളകനന്ദ നദിയുടെ ഉത്ഭവസ്ഥാനം അളകാപുരി. ഭാഗീരഥി അളകനന്ദയുമായി ചേരുന്ന സ്ഥലം ദേവപ്രയാഗ്. ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന. ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലമാണ് അലഹബാദ്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനം അറിയപ്പെടുന്ന പേര് ത്രിവേണി സംഗമം. ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് അലഹബാദ്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് രാംഗംഗ. ഗംഗാ നദി ഉത്തര സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് ഹരിദ്വാർ. ഗംഗാ നദി ഉത്തര സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് ഹരിദ്വാർ. ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലാതിർത്തി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അംബാല. ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലാതിർത്തി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അംബാല. ക്ലീൻ ഗംഗ മിഷന് 120 മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ച രാജ്യമാണ് ജർമ്മനി. ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ഫറാക്ക ബാരേജ്. ഗംഗ ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത്? ഫറാക്ക. ബംഗ്ലാദേശിലുള്ള ഏത് പ്രദേശത്ത് വെച്ചാണ് ഗംഗ ബ്രഹ്മപുത്ര നദിയുമായി ഒത്തുചേരുന്നത്? ചാന്ദ്പൂർ.
ബംഗ്ലാദേശിൽ ഗംഗയും ബ്രഹ്മപുത്രയും ഒത്തുചേർന്ന് ഒഴുകുമ്പോൾ നദി അറിയപ്പെടുന്ന പേരാണ് മേഘ്ന. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്ന പേര് പത്മ. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986 ജനുവരി 14. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986 ജനുവരി 14. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി നമാമി ഗംഗ. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി നമാമി ഗംഗ. നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NW1 ദേശീയ ജലപാത കടന്നുപോകുന്ന നദി ഗംഗ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം സുന്ദർബൻസ് ഡെൽറ്റ. ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ടിരിക്കുന്ന ഡെൽറ്റ സുന്ദർബൻ ഡെൽറ്റ. ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്കുഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി സോൺ. ഗംഗയുടെ പ്രധാന കൈവഴിയാണ് ഹുഗ്ലി. ഗംഗയുടെ പ്രധാന കൈവഴിയാണ് ഹുഗ്ലി. ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരമാണ് കൊൽക്കത്ത. ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരമാണ് കൊൽക്കത്ത.